ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം രണ്ടാം ദശകം. ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തിമഹത്വവും. നാലാം ശ്ലോകം. തത്താദൃങ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദ ചാപലബലാ ചാപല്യ വാർത്തോദഭൂത്. അപ്രകാരം മധുരരൂപമായ അവിടുത്തെ ശരീരത്തെ സമ്പദ് സ്വരൂപിണിയായ ലക്ഷ്മീദേവി പ്രാപിച്ച് അങ്ങയിൽ അത്യധികം തത്പരയായി തീർന്നതിനാൽ ആ ദേവി തൻ്റെ ഭക്തന്മാരിൽ പോലും അധികകാലം സ്ഥിരമായി വസിക്കുന്നില്ല. അല്ലയോ സർവശക്തനും സ്ഥിരനുമായ ഭഗവാനെ, അതുകൊണ്ട് തന്നെ അവിടുത്തെ മനോജ്ഞ രൂപത്തോടുള്ള ദേവിയുടെ പ്രേമാതിരേകത്തിൻ്റെ ഈ ഉറച്ച സ്ഥിതി മൂലം ദേവി ചപലയാണെന്ന അപവാദമുണ്ടായി. കഷ്ടം തന്നെ. അഞ്ചാം ശ്ലോകം. ലക്ഷ്മീ സ്ഥാവകരാമണീയക ഹൃദൈവേയം പരേഷ്വസ്ഥിരേ തസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാസ്തേഷ്വേഷാ വസതി സ്ഥിരൈവ ദൈത പ്രസ്താവദത്താദരാ. ലക്ഷ്മീപതിയായ ഭഗവാനെ, അങ്ങയുടെ സൗന്ദര്യാതിരേകത്തിൽ ആകൃഷ്ടയായിരിക്കുന്നതുകൊണ്ടാണ് അന്യരിൽ ആ ലക്ഷ്മീദേവി അസ്ഥിരയായിരിക്കുന്നത്. ഇക്കാര്യത്തിനായി മറ്റൊരു പ്രമാണം കൂടി ഞാൻ പറയാം. ഭക്തരായ ഏതു ജനങ്ങൾ അങ്ങയുടെ ധ്യാന കീർത്തനരസത്തിൽ ആസക്തരായിരിക്കുന്നുവോ അവരിൽ ഈ ദേവി സ്വന്തം കാന്തനെക്കുറിച്ചുള്ള പ്രസ്താവങ്ങളിൽ ആദരവുള്ളവളായി സ്ഥിരമായി തന്നെ വസിക്കുന്നു. ആറാം ശ്ലോകം. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയത്തെ മതിം മദയത്തെ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈഃ. ഇപ്രകാരം മനോജ്ഞമായതും പുത്തൻ അമൃതധാര പൊഴിക്കുന്നതും ബ്രഹ്മാനന്ദ സ്വരൂപമായതുമായ അവിടുത്തെ രൂപമാകട്ടെ അതിൻ്റെ വർണ്ണന കേൾക്കുന്നവരുടെ ബുദ്ധിയെ പെട്ടെന്നുണർത്തി മതിപ്പിക്കുകയും ശരീരത്തെ രോമാഞ്ചം കൊള്ളിക്കുകയും ആനന്ദമൂർച്ഛ കൊണ്ടുണ്ടാകുന്ന തണുത്ത അശ്രുകണങ്ങളാൽ നനയ്ക്കപ്പെടുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ.